test the convergence of the series 1 by 1 into 2 plus 1 by 2 into 3 plus 1 into, sorry, plus 1 by 3 into 4 plus 1 by 4 into 5 etc. ഒരു സീരീസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എ കെ അങ്ങനത്തെ ഒരു കെയുടെ ഫോർമാറ്റിൽ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ജനറൽ ടേം കണ്ടുപിടിക്കണം. ഇവിടെ A1 എടുത്ത് നോക്കിയേ 1 by 1 into 2 ആണ്. എന്നാൽ A2 എടുത്ത് നോക്കിയേ 1 by 2 into 3 ആണ്. അപ്പൊ മുകളിൽ 1 കോമൺ ആണ്. ഞാനെങ്കിൽ എനിക്ക് A കെ എഴുതുമ്പോ എന്താണ്, മുകളിൽ 1 വന്നു. താഴെ നോക്കിയേ, ഇവിടെ 1 ആണെങ്കിൽ 1 തന്നെ ഫസ്റ്റ് ടേം, 2 ആണെങ്കിൽ 2 തന്നെ, അപ്പൊ കെ ആണെങ്കിൽ കെ തന്നെ. നെക്സ്റ്റ് ടേം എന്താണ്, 1ന്റെ കേസിൽ 1 plus 1 2 ആണ് വരുന്നത്. 2ന്റെ കേസിൽ 2 plus 1 3 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കെ പ്ലസ് 1, കെ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറഞ്ഞു. അപ്പൊ എ കെ കിട്ടിയില്ലേ. അപ്പൊ ഇനി ചെയ്യാൻ എളുപ്പല്ലേ, എ കെ ഇസ് ഈക്വൽ ടു 1 by കെ ഇൻറ്റു കെ പ്ലസ് 1. അതായത് എന്തെന്ന് എഴുതാം, എനിക്ക് കെ സ്ക്വയർ പ്ലസ് കെ എന്ന് എഴുതി കൂടെ. ഉള്ളിലേക്ക് ആ കെനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളൂ. 1 by, ഇത് പോളിനോമിയൽ അല്ലേ, നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ എടുക്കാം. 1 plus 1 by കെ എന്ന്. അങ്ങനെയാണെങ്കിൽ ബി കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, 1 by കെ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ ഇതോ ബി കെ ഇസ് എന്താണ്, കൺവേർജസ് അല്ലേ. ബി കെ ഇസ് കൺവേർജസ് while comparing with P series test P is equal to 2, therefore P is converges. P series വെച്ച് നോക്കുമ്പോൾ പിയുടെ വാല്യൂ 2 ആണ്, അതായത് പി ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ കൺവേർജസ് ആണ്. അപ്പൊ ബി കെ കൺവേർജസ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് k tends to infinity ak by bk, that is equal to limit k tends to infinity 1 by k square into 1 plus 1 by k divided by 1 by k square. അല്ലെ, k square get cancelled, k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുക, 1 by 1 plus 1 by infinity, അതായത് 1 കിട്ടി. അതായത് ഫൈനൈറ്റ് വാല്യൂ അല്ലേ, ഫൈനൈറ്റ് വാല്യൂ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കൺവേർട്ട് ചെയ്താൽ മറ്റേതും കൺവേർട്ട് ചെയ്യും. സിൻസ് ബി കെ ഈസ് കൺവേർജസ്, എ കെ ഈസ് ഓൾസോ കൺവേർജസ്. കൂടി എഴുതിപ്പോ സീരീസ് എഴുതുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. Test whether the series summation k equal to 1 to infinity minus 1 raised to k plus 1 by root of k plus 1 is absolutely convergent or conditionally convergent. അപ്പോൾ നമുക്കിത് കണ്ടീഷണലി കൺവേർജന്റ് ആണോ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ എന്ത് ചെയ്യുക, മോഡുലസ് ഓഫ് എ കെ കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 കളഞ്ഞിട്ട് ബാക്കിയുള്ള ടേം എഴുതാണ് ചെയ്യുക, 1 by root k plus 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by root k എന്ന് വെച്ചാൽ എന്താ, k raised to 1 by 2 plus 1 വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബി കെ സെലക്ട് ചെയ്യാനാണ് പോണത്. അപ്പൊ കെയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by, ഇതിൽ എന്താണ് k raised to 1 by 2 അല്ലെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും, 1 plus ഇവിടെ എനിക്ക് k raised to -1 by 2 എന്ന് കിട്ടും. അതായത് 1 by എഴുതുന്നതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. ബി കെ is equal to എന്താണ്, 1 by k raised to 1 by 2. ഓക്കെ, സിൻസ് summation bk is diverges because എന്തുകൊണ്ടാണ്, when comparing with P series test P series test ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ 1 by 2 ആണ്, which is less than 1. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഡൈവേർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് k tends to infinity
AK by mod AK by mod BK ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. That is equal to limit k tends to infinity 1 by k raised to 1 by 2 into 1 plus k raised to minus 1 by 2 divided by 1 by k raised to 1 by 2 എന്ന് വരും. K raised to 1 by 2, k raised to 1 by 2 get cancelled. Answer 1 by 1 plus ഇതെന്താണ് ഞാൻ പറഞ്ഞു 1 by എന്നുള്ളതാണ്, അതായത് 1 by infinity. Answer is 1 ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി BK diverges ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ summation AK is also diverges by limit comparison test. ഇത് diverges ആയി കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല. ഇനി എന്താണ്? കണ്ടീഷണലി കൺവേർജന്റ് ആണ് ആവാൻ ചാൻസ്. അപ്പൊ അതിന് ഇനി എന്ത് ചെയ്യണം? AK കൺവേർജസ് ആണെന്ന് കാണിക്കണം അല്ലെ? ഇതിന് നമ്മൾ ഏതാ യൂസ് ചെയ്യാറ്? ലെബിനിൻസ് ടെസ്റ്റ് അല്ലെ? അപ്പോ നമുക്ക് ആദ്യം AK ഈസ് ഈക്വൽ ടു എന്താണ്? 1 by റൂട്ട് K പ്ലസ് 1 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ജസ്റ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. A1 is equal to 1 by K യുടെ സ്ഥാനത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 1 is equal to 1 by 2 ആണ്, അതായത് 0.5 ഒക്കെ കിട്ടും. ഇനി A2 is equal to 1 by root 2 plus 1 ആണ്, that is 1 by ഒരു 2.414. അപ്പൊ താഴെ വലിയ സംഖ്യ ഏതാണോ വരുന്നത് അതാണ് എന്ത് ചെറിയ സംഖ്യ വരികയെന്നറിയാലോ. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? A2 is less than A1 ആണ് അല്ലെ? Therefore AK plus 1 less than AK. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു ലെബനിൻസ് ടെസ്റ്റിന്റെ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് K tends to infinity AK is equal to, that is limit K tends to infinity AK എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by root K plus 1 ആണ്. ഓക്കെ, ഇനി Kക്ക് ഇൻഫിനിറ്റി കൊടുത്തൊക്കെ 1 by infinity plus 1 അല്ലേ വരിക, അതായത് 0 അല്ലേ? അപ്പോ by Leibniz test, the series converges. So the series is എന്താണ്? conditionally convergent. Okay. Next question വരുന്നത് test the convergence of first one summation K equal to 1 to infinity K by K plus 1 all raised to K square. Second one summation K equal to 1 to infinity 7 raised to K by K factorial. ഫസ്റ്റ് വൺ കണ്ട ഓൾ പവർ K അങ്ങനത്തെ കേസസ് വരുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്യാം. അതിലെ AK is equal to എന്താണ്? K by K plus 1 all raised to K square ആണ്. അപ്പൊ ബൈ റൂട്ട് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബൈ റൂട്ട് ടെസ്റ്റ് ലിമിറ്റ് K tends to infinity AK all raised to 1 by K, that is equal to limit K tends to infinity K by K plus 1 all raised to K square പിന്നെ എന്തുണ്ട്? 1 by K ഉണ്ട്. ഓക്കെ, K square by K എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇത് കട്ട് ചെയ്യുമ്പോൾ K ആയിട്ട് മാറി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് K tends to infinity. ഇതിപ്പോ നിങ്ങളിപ്പോ കുറച്ച് മുന്നേ ചെയ്ത പ്രോബ്ലം അല്ലേ? ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം? K by K by K plus 1 അല്ലെ? K by K plus 1 all raised to K എന്ന് എഴുതാം അല്ലെ? ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് K tends to infinity K raised to K എന്ന് എഴുതാം. താഴെ എന്തെന്ന് എഴുതാം? K plus 1 all raised to K എന്ന് എഴുതാം. That is limit K tends to infinity K raised to K divided by ഈ K plus 1ന്റെ ഉള്ളില് ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ K ഔട്ട്സൈഡ് എടുത്തുണ്ടാവും 1 plus 1 by K all raised to K. അതിൽ നിന്ന് എനിക്ക് ആ Kനെ മാത്രം പുറത്തേക്ക് എടുത്തൂടെ? എന്നാവും ലിമിറ്റ് K tends to infinity K raised to K. രണ്ട് ടേം ഇങ്ങനെ പവർ ഉണ്ടെങ്കിൽ എന്താവും? രണ്ടിനും ആ ടേം ഉണ്ടാവും എന്നല്ല അർത്ഥം. K raised to K into 1 plus 1 by K
all raised to k എന്ന് വരും. k raised to k get cancel. മറ്റേതിന്റെ വാല്യൂ എന്താ? താഴെയുള്ള ടേമിന്റെ വാല്യൂ എന്താ? ഇ എന്ന് അറിയാലോ, തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതല്ലേ. എന്തെന്ന് കിട്ടി? എനിക്ക് 1/e ആ കിട്ടിയത്. പി എന്താ 2 പോയിന്റ് സംതിങ് ആണ്, 2.37 സംതിങ് ആണ്. ഇതെന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ് വരിക. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? സീരീസ് ഈസ് കൺവേർജസ്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം എങ്ങനെയാണ്? സമ്മേഷൻ k equal to 1 to infinity 7 raised to k by k factorial. ഇങ്ങനത്തെയാണ് പറഞ്ഞത്. ഇതൊക്കെ റേഷ്യോ ടെസ്റ്റ് ചെയ്യാനാണ് കുറച്ചും കൂടി എളുപ്പം. എ കെ ഇസ് ഈക്വൽ ടു എന്ന് വരും 7 raised to k by k factorial എന്ന് വരും. എ കെ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 raised to k ഉള്ളവർക്കൊക്കെ k പ്ലസ് 1 എഴുതാം. k പ്ലസ് 1 ഫാക്ടോറിയൽ. ഈ 7 raised to k പ്ലസ് 1 എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 7 raised to k into 7 raised to 1 അല്ലെ? നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? എ റേസ് ടു എമ്മിന്റെ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ആ പരിപാടി വെച്ചിട്ട് ഓക്കെ, ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാന്ന് ഞാൻ പറഞ്ഞു. കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1. ഇനി എന്താണ്? ബൈ റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, ബൈ റേഷ്യോ ടെസ്റ്റ് ലിമിറ്റ് k tends to infinity a k plus 1 divided by a k is equal to limit k tends to infinity 7 raised to k into 7 raised to 1 divided by k factorial into k plus 1 divided by 7 raised to k by k factorial. K factorial get cancelled. 7 raised to k, 7 raised to k get cancelled. That is equal to 7 by k ക്ക് ഞാൻ ഇൻഫിനിറ്റി കൊടുത്തു. ഇൻഫിനിറ്റി പ്ലസ് 1, 7 by ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് 0 വിച്ച് ഈസ് ലെസ് ദാൻ 1. റേഷ്യോ ടെസ്റ്റിൽ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജസ് ആണ്. അപ്പൊ സമ്മേഷൻ ഓഫ് എ കെ ഈസ് കൺവേർജസ്. ഓക്കെ.